രമണ മഹർഷി പറയുകയാണ്, ഈശ ജീവയോഹ വേഷ ദീപിതാഹ സത് സ്വഭാവത വസ്തു കേവലം. അപ്പം നമ്മുടെ ഈശ്വരൻ പരമശക്തിയാണ്, നമ്മൾ അല്പശക്തിയാണ്. ഈശ്വര സർവജ്ഞനാണ്, നമുക്ക് അല്പജ്ഞനാണ് ഞാൻ. ഇതാണ്. പക്ഷേ ഇത് ഈശ ജീവയോഹ വേഷദീപിതാഹ എന്നാണ്. ഈശ്വരനും ആ ജീവാത്മാവും അതിൻ്റെ ഇത് വേഷദീപിതാഹ, അതിൻ്റെ ഉപകരണത്തിലാണ് വ്യത്യാസം എന്നാണ്. അത് ഈശ്വരൻ വലുതാണ്, പക്ഷെ ഞാൻ ചെറുതാണ്. ഇത് ഒരു തുള്ളി വെള്ളം ചെറുതാണ്, പക്ഷെ സമുദ്രം വലുതാണ്. ആ വ്യത്യാസം ഈശ്വര സമുദ്രം പോലെയാണ്, ഞാൻ ഒരു വെള്ളത്തുള്ളി പോലെയാണ്. പക്ഷെ സത് സ്വഭാവത വസ്തു കേവലം. ആ വെള്ളത്തുള്ളിയിലുള്ളതും ആ സമുദ്രത്തിലുള്ളതും അതിൻ്റെ സത്ത് ഒന്ന് തന്നെയാണ്. അങ്ങനെ അറിഞ്ഞ ഒരു വ്യക്തി ആ ജീവാത്മാവ് പരമാത്മാവിൽ പൂർണ്ണമായി ലയിക്കും. അങ്ങനെ ലയിക്കാൻ ഉള്ള ഒരു പരമശക്തിയാണ് നമ്മുടെ ഗുരു. സദ്ഗുരുവിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് അങ്ങനെ ഒരു ലയം അസാധ്യമാണ്. സദ്ഗുരുവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് പൂർണ്ണമായി ലയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ജഡവും ചൈതന്യമാണ്. അപ്പോൾ ശിവൻ ചൈതന്യവും പരാശക്തി പ്രകൃതിയുമായിട്ട് ഇപ്രകാരം കാണണം. അപ്പോൾ ഓണത്തിൻ്റെ ആ സമയത്ത് നമ്മൾ ഇത് കാര്യം നമുക്ക് ഓർക്കാൻ സാധിക്കും. ഓണത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രധാന വ്യക്തി മഹാബലിയാണ്. മഹാബലി ഒരു വലിയ ചക്രവർത്തിയായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, എല്ലാ ഗുണങ്ങളുമുള്ള ഒരു ചക്രവർത്തിയായിരുന്നു, മഹാഭക്തനുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നത്, ദാനശീലവാനായിരുന്നു. പക്ഷേ ആ ദാനശീലവാനാണെങ്കിലും ഇത് ഞാൻ കൊടുക്കുന്നു എന്നൊരു ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തെറ്റാണ്. അവിടെ നമ്മുടെ മഹാബലിയുടെ ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഈശ്വരതാണ്. അത് എൻ്റെ സ്വന്തമായിട്ടൊന്നുമില്ല, ഞാനൊരു ട്രസ്റ്റ് മാത്രമാണ്. ഒരു രാജാവിൻ്റെ മനോഭാവം അങ്ങനെ ആയിരിക്കണം. അയമൊളിയ ട്രസ്റ്റി, ഇതെല്ലാം ഈശ്വരൻ്റെയാണ്, നല്ല മനോഭാവമായിരിക്കണം. അപ്പോൾ മഹാബലി ബുദ്ധിമാനായിരുന്നു, മഹാശക്തനായിരുന്നു, ദാനശീലവാൻ കൂടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ആ മഹാബലിയുടെ വേഷം കെട്ടുമ്പോൾ, ഒരു വ്യക്തിയുടെ വേഷം കെട്ടുമ്പോൾ ആ കഥാപാത്രത്തെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മഹാബലിയുടെ വേഷം കിട്ടാൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിനുമായി തീരും, അല്ലെങ്കിൽ ഡൊണേഷൻ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ മഹാബലി നമുക്ക് ഓർക്കണം, മഹാബലി പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു. പ്രഹ്ലാദൻ മഹാഭക്തനായിരുന്നു. പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചൻ്റെ പുത്രനായിരുന്നു മഹാബലി. പ്രഹ്ലാദനും മഹാബലിയും മഹാഭക്തന്മാരായിരുന്നു. ആ മധ്യത്തിലുള്ള വിരോചൻ ഒരു അസുര രാക്ഷസഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. വിരോചനെ കുറിച്ച് കാര്യമായിട്ട് നമുക്കൊന്നും അറിയാനില്ല. വേറൊരു ഉപനിഷത്ത് അദ്ദേഹം വരുന്നുണ്ട്, ഒത്തിരി ബുദ്ധിശക്തി കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. നേരെ പ്രഹ്ലാദൻ മഹാഭക്തനായിരുന്നു. ആ പ്രഹ്ലാദൻ്റെ പൗത്രനായ മഹാബലിയും മഹാഭക്തനായിരുന്നു. സാധാരണ അസുരന്മാരും രാക്ഷസന്മാരും അവർ സാധാരണ ശിവഭക്തന്മാരായിരിക്കും. പക്ഷേ അവർക്ക് ശിവനും വിഷ്ണുവും ഒരു പരമശക്തിയുടെ രണ്ട് രൂപങ്ങളാണെന്ന് അറിയാനുള്ള ആ കഴിവ് ആർക്കും ഉണ്ടായിരുന്നില്ല. പ്രഹ്ലാദനും മഹാബലിക്കും അതുണ്ടായിരുന്നു, അതുപോലെ വിഭീഷണനും. ഇത് വളരെ ചുരുക്കം പേര്, അസുരന്മാരും ചുരുക്കം പേർക്ക് ആ കഴിവുണ്ടായിരുന്നു. ശിവനും വിഷ്ണുവും ഒരു പരമാത്മാവിൻ്റെ രണ്ട് രൂപങ്ങളാണ് എന്ന്. രാവണന് പോലും അതുണ്ടായിരുന്നില്ല. രാവണൻ ശിവഭക്തനായിരുന്നു, പക്ഷേ രാമനെ കണ്ടപ്പോൾ വനവാസി രാമെന്ന് വിളിച്ചിരുന്നത്, ശ്രീരാമെന്ന് വിളിച്ചിരുന്നത്, പരമാത്മാവെന്ന് അറിയാൻ സാധിച്ചില്ല. വിഭീഷണന് അത് സാധിച്ചു. അത് ചിത്തശുദ്ധിയാണ്. അതാണ് ചിത്തശുദ്ധി വേണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ ഓണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പല സ്ഥലത്തും നമ്മുടെ ഇങ്ങനെയുള്ള ഈ ഉത്സവങ്ങൾ, ഓണം, വിഷു, നമുക്ക് ശ്രദ്ധിച്ചാൽ അത് ഓർക്കാൻ സാധിക്കും. നമുക്ക് ഒരു ചെറിയ വിഷുവുണ്ട്, വലിയ വിഷുവുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഓണം, വലിയ ഓണം. അപ്പോഴത് സാധാരണ നമ്മൾ ചെയ്യുന്നത്, ചെറിയ ഓണത്തിന് അതാത് വീട്ടുകൾ നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് വലിയ ഓണത്തിന് നമ്മൾ കുടുംബങ്ങൾ കൂടി ചേരുകയാണ്. അപ്പോൾ നമ്മുടെ പൂർവികരും നമ്മുടെ ഋഷീശ്വരന്മാരും ഇങ്ങനെ ഒരു പ്ലാനും ചെയ്തത്, നമ്മുടെ കുടുംബങ്ങളെ എല്ലാവരും ഒന്നിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ചെറിയ ഓണം ഇൻഡിവിജ്വൽ ഫാമിലീസ്, വലിയ ഓണം വലിയ കുടുംബം എല്ലാവരും ഒത്തുചേരുകയാണ്. ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് കർക്കിടക വാവ് കഴിഞ്ഞു കിട്ടും. കർക്കിടക വാവ് സമയത്ത് നമ്മുടെ കുടുംബങ്ങളെല്ലാം തറവാട്ടിൽ വന്നിട്ട് നമ്മൾ പിതൃകർമ്മം ചെയ്യുകയാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് വന്നിട്ട് പിതൃകർമ്മം ചെയ്യുമ്പോൾ പിതൃക്കൾക്ക് നമ്മൾ അനുഗ്രഹിക്കുമെന്നാണ്. അപ്പോൾ പിതൃക്കൾക്ക് എന്താണ് വേണ്ടത്? എല്ലാവരും ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് കാണണം. കുടുംബങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കാണണം. ആ ഐക്യമാണ്, മനോരാശിയുടെ ഐക്യമാണ്
ഈശ്വരന് ഭഗവാനും ദേവന്മാർക്കും പിതൃക്കൾക്കെല്ലാം ഇഷ്ടം. അത് നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്തിരിക്കണം. ഗുരുഗീതയെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ വീണ്ടും വരും ദിവസങ്ങളിൽ കേൾക്കാം. ഓം അമൃതീശ്വര നമഃ.